കൊല്ലം അഞ്ചൽ കോട്ടുക്കൽ പറയൻമൂല പാലത്തിന്റെ പണി അനിശ്ചിതത്വത്തിൽ 2024 ബജറ്റിൽ 5 കോടി അനുവദിച്ചെങ്കിലും പിന്നീട് പാലം പണി പ്രതിസന്ധിയിലാവുകയായിരുന്നു. ഇത്തിക്കരയാറിന് കുറുകെ 2 പ്രധാന പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയിലാണ് പറയൻമൂല. 2024 ബജറ്റിൽ 5 കോടി രൂപ അനുവദിക്കുകയും ധനമന്ത്രി KN ബാലഗോപാലും സ്ഥലം MLA PS സുബാലും നേരിട്ട് സന്ദർശിച്ച് നാട്ടുകാർക്ക് ഉറപ്പു നൽകുകയും ചെയ്തിട്ടും പറയൻമൂല പാലത്തിന്റെ പണി കേവലം പേപ്പറിൽ ഒതുങ്ങിപ്പോയി. മണ്ണ് പരിശോധന ഉൾപ്പെടെ കഴിഞ്ഞിട്ടും പണികൾ ആരംഭിച്ചില്ല. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തുണ്ട്. എന്റെ മക്കൾ 2 പേര് സ്കൂളിൽ പോകുന്നുണ്ട്. അപ്പൊ അതുവഴി വണ്ടിയിലാ വിടുന്നേ. അപ്പം നമുക്ക് ബുദ്ധിമുട്ടായി. ഇതുവഴി വണ്ടിയൊക്കെ ആണോ ഉണ്ടായിരുന്നു, നമുക്ക് കുറച്ചുകൂടെ സൗകര്യമായിരുന്നു. ഇതുവഴി കാടൊക്കെ ആയതുകൊണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ടുവരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. ഒരു പാലം ഉണ്ടായിരുന്നു നമുക്കതൊരു സൗകര്യമാണ്. കൊച്ചുങ്ങളെ കൊണ്ടുവിടാനും സ്കൂളിലെ ആവശ്യങ്ങൾക്കൊക്കെ പോവാനും ഒരു പാലം അത്യാവശ്യമാണ്. ചടയമംഗലം, പുനലൂർ നിയോജക മണ്ഡലങ്ങളിൽ അഞ്ചൽ, ഇട്ടിവ ഗ്രാമപഞ്ചായത്തുകളെ തമ്മിൽ യോജിപ്പിക്കുന്ന ഇത്തിക്കരയാറിന് കുറുകെയുള്ള പ്രധാന പാതയാണ് പറയൻമൂല ഭാഗം. ഇത്തിക്കരയാർ കടന്ന് മറുകരയ്ക്ക് പോകാൻ മറ്റ് യാതൊരു മാർഗവുമില്ലാത്തതുകൊണ്ട് ആറ്റിനും മറുകരയിലുള്ള ആളുകൾ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകുന്നതിനും ഓഫീസുകളിൽ പോകുന്നതിനും 5 കിലോമീറ്ററോളം വാഹനത്തിൽ യാത്ര ചെയ്യേണ്ടി വരുന്നു. കഴിഞ്ഞ നിരവധി വർഷക്കാലമായി 2 വർഷത്തിലധികമായി ഇതുമായി ബന്ധപ്പെട്ട് ആകെ മണ്ണ് പരിശോധന മാത്രമാണ് പൂർത്തിയാക്കിയിട്ടുള്ളത്. തുടർ നടപടികൾ ഒന്നും തന്നെ സ്വീകരിച്ചിട്ടില്ല. നിരവധി കുട്ടികൾ, അതുപോലെ തന്നെ വൃദ്ധജനങ്ങൾ, ഈ നാട്ടിലെ ദുരിതം അനുഭവിക്കുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രധാനപ്പെട്ട സഞ്ചാര പാതയാണ് ഈ പാലം. അത് വളരെ വേഗത്തിൽ തന്നെ യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ട നടപടികൾ ബഹുമാനപ്പെട്ട ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും MLAയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുള്ള ശുഭപ്രതീക്ഷ മുന്നോട്ട് വയ്ക്കുകയാണ്. അഞ്ചൽ, തഴമേൽ, ചൂരക്കുളം വഴി കോട്ടുക്കലിലേക്ക് കയറുന്ന പ്രധാന പാതയിൽ പറയൻമൂല ഭാഗത്ത് പാലം പണി പൂർത്തീകരിച്ചാൽ അത് ഈ പ്രദേശവാസികൾക്ക് വലിയ ആശ്വാസമാകും. കഴിഞ്ഞ വർഷം ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാൽ സാർ ഇവിടെ സ്ഥലം സന്ദർശിക്കുകയും 1 വർഷത്തിനകം തന്നെ പാലം നിർമ്മിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും പൂർത്തിയാക്കുമെന്ന് വാഗ്ദാനം നൽകുകയും ചെയ്തു. എന്നാൽ അദ്ദേഹം പോയതിനു ശേഷം ആ വാഗ്ദാനം പഴയ വാക്കായി എന്ന് തന്നെ വേണം പറയാൻ. അതിനുശേഷം ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഈ സർക്കാരിന്റെ കാലത്ത് ഈ നിർമ്മാണം പൂർത്തീകരിക്കുക, അല്ലെങ്കിൽ നിർമ്മാണം ആരംഭിക്കാൻ കഴിയും എന്ന് പോലും നമുക്ക് ഒരു പ്രതീക്ഷയില്ല. പാലത്തിന്റെ ടെൻഡർ നടപടികൾ നടന്നു വരികയാണെന്നും അതിന്റെ മുറയ്ക്ക് പണി ആരംഭിക്കുമെന്നുമുള്ള വിശദീകരണമാണ് പുനലൂർ MLA PS സുബാൽ നൽകുന്നത്. 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.